പേരെങ്ങനെ? വിളിക്കുന്നത് ജോയി. ജോയിന്നോ? എവിടുന്നാ വരുന്നേ? ഞാൻ അടക്കര കുമ്പളി. എത്ര വർഷമായിട്ടോ നടക്കുന്നുണ്ട്? 8 വർഷം. 8 വർഷമായിട്ടാണെന്നല്ലേ? നടക്കുമ്പോൾ പ്രയാസമൊന്നുമില്ലേ? പിന്നെ ഓരോ ദിവസവും തിരുവനന്തപുരം നല്ല ഊർജ്ജത്തിൽ കൂട്ടിക്കിട്ടുന്നതല്ല കുറവൊന്നുമില്ല. ഇല്ലേ? എത്ര വയസ്സുണ്ട് ഇപ്പോഴേ? 79. 79 അല്ലേ? കൃഷിപ്പണിയാണല്ലേ? മക്കളെത്ര പേരാ? 4 പേര്. 4 പേരല്ലേ? ഇത്രയും പ്രായമുള്ള ഒരു അപ്പച്ചൻ മാത്രമേ ഉള്ളൂ തോന്നില്ലേ? നോക്കിയിട്ടില്ലേ? ഇവിടുന്ന് പിന്നെ കുമളിയിൽ നിന്ന് എങ്ങനെ ബസ്സിന് വന്നിറങ്ങിയോ? അവിടുന്ന് നടന്നു പോയി. എടവപ്പള്ളിയിൽ വരുവേ. എടവപ്പള്ളിയിൽ നിന്ന് നടന്ന് ഇവിടെ വരുമോ? അവിടുന്ന് നടന്ന് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പിന്നെ 3 ദിവസമായി. ഇനി അവിടുന്ന് രാവിലെ പിന്നെ 7:30 അവിടെ നിന്ന് ഇറങ്ങി. 7:30 ഇവിടെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം ക്ലിമിസിന് വേണ്ടി വിളിച്ച ഒരു അനുമതിക്കൊക്കെ ചെയ്തായിരുന്നല്ലോ ഇല്ലേ? അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആ കാലഘട്ടങ്ങളിലെല്ലാം ഇങ്ങനെ അപ്പച്ചനെ കാണാറുണ്ടായിരുന്നു ഇങ്ങനെ സ്ഥിരമായിട്ട്. എന്ന സ്ഥലത്ത് നിന്ന് ജോയിച്ചാൻ നമ്മൾ ഇവിടെ സന്നാഹങ്ങൾ ഒരുക്കുന്നതിന് മുൻപ് നടന്നു തുടങ്ങിയിരുന്ന ജോയിച്ചാൻ ഈ വർഷം നമ്മളിവിടെ നടക്കാനായിട്ടില്ല. എല്ലാ വർഷവും നമ്മോടൊപ്പം പ്രാർത്ഥനാപൂർവ്വം നടക്കുമായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ജോയിച്ചാൻ്റെ കൈ പിടിച്ച് ഞാൻ കുറച്ച് സമയം വേണ്ടൊരു 1 കിലോമീറ്റർ ദൂരത്തോളം ഞങ്ങൾ ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നടന്നു. വലിയ സന്തോഷത്തോടു കൂടി ഞാൻ ചോദിച്ചു ക്ഷീണമുണ്ടോ? എന്നോട് പറഞ്ഞത് അവർ ഓരോ വർഷം കഴിയുന്നതോറും ഉന്മേഷം കൂടുകയാണ്. ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ഇതെന്തോ താമസിക്കുന്നത് പദയാത്ര എന്ന മട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ ആവേശമാണ്. ചോദിച്ചാൽ നമുക്കൊരു വലിയ കൃത്യമായ വയസ്സാണ് ഓർക്കുന്നത്. 70 ആർക്കൊരു ചോദിച്ചത് അർത്ഥമായെന്ന് തോന്നുന്നു. 81 വയസ്സുള്ള ജോയിച്ചാനാണ് ഈ നടന്നുകൊണ്ടിരുന്നത്. ഇത്ര കിലോമീറ്ററുകൾ. ജോയിച്ചാൻ്റെ ആത്മാവിനെ ശാന്തി. ജോയിച്ചാൻ്റെ മകൻ വന്നിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞാൽ റോയ് വന്നിട്ടുണ്ട്. അപ്പോൾ റോയിയെ ഇനി ജോയിച്ചാൻ്റെ സ്ഥാനത്ത് നിർത്തുന്നു കേട്ടോ. നിനക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിനക്കൊരു പ്രയാസമായി പോകുമോ? ഇല്ല. ആരോഗ്യമുള്ളിടത്തോളം കാലം നീ പദയാത്രയ്ക്ക് നടക്കണം. അപ്പോൾ അത് ദൈവം ആരോഗ്യം അനുവദിക്കുന്ന കാലത്ത് നടക്കുക. അത് നിൻ്റെ കുടുംബത്തിനും നിനക്കും ഈ സഭയ്ക്കും വലിയ അനുഗ്രഹമാകും. റോയിയെയും കുടുംബത്തെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ജോയിച്ചാൻ്റെ ആത്മാവിനെ നിത്യ ശാന്തി നേരുന്നു. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം ധരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനയോർത്ത Amen.